പ്രകൃതിയിൽ നിന്ന് ആത്മാവിനും പഠിക്കാനുണ്ട്. മായയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോകത്ത് നിലനിൽക്കണ ചില കാര്യങ്ങൾ, ചില വിദ്യകളൊക്കെ പഠിക്കണം. അത് പ്രകൃതിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ ചോദിക്കുകയാണ്, അമ്മ പ്രകൃതിയാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. ആ ശരീരത്തിലിരിക്കുന്ന ആൾ ചോദിക്കുകയാണ് ആത്മാവിനോട്, ഞാനും കാലവും തമ്മിലുള്ള ബന്ധം എന്താ? മുരുകനിൽ നിന്നാണ് ആസ്ട്രോളജിയുടെ സ്റ്റാർട്ടിങ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഹ്യൂമൻ പ്രാക്ടീസിലുള്ള നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അസ്ട്രോളജേഴ്സൊക്കെ തന്നെ, നമ്മുടെ വേദിക് അസ്ട്രോളജേഴ്സൊക്കെ മുരുകൻ്റെ ഉപാസന ഉണ്ടാവും. ആസ്ട്രോളജി, ജ്യോതിഷം, അത് ഫ്യൂച്ചർ പ്രഡിക്ഷൻസിന് വേണ്ടിയും അതേപോലെ പഞ്ചാംഗം, മുഹൂർത്തം നോക്കുന്നൊരു വാൾ കലണ്ടർ മാത്രമാണോ? ഇന്ന് ഈ ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാനും നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കിക്കാനും വേണ്ടിയിട്ട് വി ഹാവ് എ തിങ്കർ ഹൂ ബ്രിഡ്ജസ് ഏൻഷ്യൻ വിസ്ഡം വിത്ത് മോഡേൺ ഇൻക്വയറി. ലെറ്റ്സ് വെൽക്കം ശരത്തേക് ഹരിദാസൻ. ശരത്തേട്ടാ നമസ്കാരം. നമസ്കാരം. വീണ്ടും വരാൻ സാധിച്ചാൽ സന്തോഷം. താങ്ക് യു ഏട്ടാ, താങ്ക് യു. എൻ്റെ ഈ ഒരു ഓരോരോ പർട്ടിക്കുലർ ടോപ്പിക്ക് തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ശരത്തേട്ടൻ്റെ പ്രഭാഷണത്തിൽ നിന്നും. ഓരോ ടോപ്പിക്കുകൾ സംസാരിക്കുമ്പോൾ ശരത്തേട്ടൻ പറയുന്ന ഓരോ പോയിൻറ്റ്സും, പിന്നെ വീട്ടിൽ അച്ഛനായിട്ട് ഞാൻ ഓരോ കാര്യം ചോദിക്കും, അച്ഛൻ ചില ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ടോപ്പിക്കുകൾ തന്നെ ഡിസൈഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു സിനിമയിലുണ്ട്, എൻ്റെ പല്ല് സെറ്റ് എടുത്ത് വെച്ച് എന്നെ നോക്കി ചിരിക്കണോ ചോദിക്കും അല്ലേ? പാവക്കൂത്ത് തൊട്ട് സിനിമയിലുള്ള പാവക്കൂത്തില്ല. അതെ. പിന്നെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്കും ഒക്കെ. ഞാനൊരു പ്രൊഫഷണൽ അസ്ട്രോളജർ അല്ല. എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ സന്തോഷത്തിന് ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഒരു സിസ്റ്റം അല്ല പഠിച്ചത്, ഇല്ലെങ്കിൽ ഞാൻ ആ ഒരു സിസ്റ്റത്തിൽ കുടുങ്ങിപ്പോയനായിരുന്നു. ഞാൻ കേരള സമ്പ്രദായം മാത്രമല്ല പഠിച്ചത്, ഞാൻ പുറത്തുള്ള അനവധി സമ്പ്രദായങ്ങൾ അറിയാൻ ശ്രമിച്ചതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, എന്നെ വ്യക്തിപരമായിട്ട് എനിക്കത് കുറച്ചുകൂടെ വിശാലമായിട്ടൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ ചൊവ്വാദോഷത്തിനെയൊക്കെ സാധാരണ ആൾക്കാർ കാണുന്ന ഒരു കാഴ്ചപ്പാടിലല്ല ഞാൻ കാണുന്നത്. കാരണം അതുകൊണ്ട് മാത്രം എത്രയോ പേരുടെ ജീവിതം നശിച്ചു പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അർഹിക്കുന്നില്ല അവരാ നാശം. അത്രയും പലരുടെയും ജീവിതം തൊലഞ്ഞു പോയിട്ടുണ്ട്. ശുദ്ധജാതകം, ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, സങ്കടമാണ്. എൻ്റെയൊക്കെ തന്നെ കുടുംബങ്ങൾ, ഫോർ എക്സാമ്പിൾ എൻ്റെ അമ്മൂമ്മ, ഞാൻ എല്ലാ പ്രഭാഷണങ്ങളും പറഞ്ഞു, അമ്മൂമ്മ 27 വയസ്സ് വരെ കല്യാണം കഴിപ്പിച്ചിട്ടില്ല. ചൊവ്വാദോഷമുള്ള സ്ത്രീ 27 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിക്കുള്ളൂ. അങ്ങനെ അനവധി പേര് ഈ ശുദ്ധജാതകം കൊണ്ട് ഇന്നും സ്പിൻസ്റ്റേഴ്സായിട്ടും ബാച്ചിലേഴ്സായിട്ടും ഇരിക്കുന്ന എത്രയോ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. അതെ. അപ്പം അതൊക്കെ കൊണ്ടാണ് ഒരു പക്ഷേ ജ്യോതിഷത്തിനോടൊരു വെറുപ്പ് ആൾക്കാർക്ക് വന്നത്. പ്രോബ്ലം ജ്യോതിഷത്തിൻ്റെ അല്ല, അത് കൊണ്ടു നടക്കുന്ന ആൾക്കാരുടെ കയ്യിലാണ്. അത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത് ഞാനത് എന്താണെന്ന് ഇറങ്ങി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മുടെ കുഴപ്പമാണ്, അതിൻ്റെ കുഴപ്പമല്ല. പിന്നെ എല്ലാറ്റിലും ഭഗവാനെ കാണാൻ ശ്രമിക്കുന്ന ഒരു എളിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു അന്വേഷകൻ എന്നുള്ള സീക്കർ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷം എനിക്ക് ഈ ആത്മബോധത്തിലേക്കുള്ള പടവുകൾ കയറണതിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ആരാണെന്നും എൻ്റെ ചുറ്റുമുള്ള പ്രകൃതി എന്താണെന്നും ഞാൻ അതിൻ്റെ തന്നെ ഭാഗമാണെന്നും സകലതിൻ്റെ ഉള്ളിൽ ഒന്നാണെന്നും ഈ പറഞ്ഞ സകല ഊർജ്ജങ്ങളും ഈ പറഞ്ഞ ആ കോർ സംഭവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസ് മാത്രമാണെന്നും നമുക്ക് പഠിപ്പിച്ച് തരണം. അവിടെയാണ് അസ്ട്രോളജി ശരിക്കും ഒരു സ്പിരിച്വൽ സയൻസ് ആയിട്ട് മാറുന്നത്. ഈ ഒരു പഞ്ചാംഗം ഞാൻ ഈ ടോപ്പിക്ക് എടുക്കാൻ തന്നെ കാരണം, റീസെൻ്റ്ലി ശരത്തേട്ടൻ്റെ ഒരു പ്രോഗ്രാം, ഞാൻ ശരത്തേട്ടൻ്റെ പ്രഭാഷണത്തിൽ മാത്രമേ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഒരു പോയിൻറ്റ് എടുത്തു പറയാറുണ്ട് ശരത്തേട്ടൻ, സെയിങ് ദറ്റ് പഞ്ചാംഗം ഒരു 1951 ഓർ സോ ആ പീരീഡിന് ശേഷം തൊട്ടിട്ടില്ല. ഇറ്റ് ഇസ് ഹൈ ടൈം വി ഷുഡ് റീവെറ്റ് ഓർ റീഇൻവെൻറ്റ് ദി പഞ്ചാംഗം അഗെയിൻ എന്ന് പറയാൻ, വാലിഡേറ്റ് ചെയ്യുന്ന കാര്യം പറയാറുണ്ടായിരുന്നു. പണ്ഡിത സഭകൾ അതിനുള്ള മുൻകൈ എടുക്കുന്നില്ല. അതെ അതെ. ഭാരതത്തിൽ നമ്മുടെ പഞ്ചാംഗത്തിന് വന്നിട്ടുള്ള മാറ്റം, ഭൂമിയുടെ അച്ചുതണ്ടിൽ വരുന്ന ചെറിയൊരു ചെരിവ് വന്നാൽ പോലും ലോകത്തിൽ മുഴുവൻ ക്ലൈമറ്റ് മാറും, എല്ലാം മാറും. അതിനനുസരിച്ചിട്ട് ക്ലൈമാറ്റിക് സ്റ്റഡീസും മറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും പഴയൊരു ശാസ്ത്രശാഖ, അത് ശാസ്ത്രം തന്നെയാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. അത് കാലാനുസൃതമായിട്ട് മാറ്റാൻ ഒന്നുമില്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്തു നിന്ന് ഉണ്ടാവണം, അതല്ലെങ്കിൽ പണ്ഡിത സഭകൾ അതിന് മുൻകൈ എടുക്കണം. അൺഫോർച്യുനേറ്റ്ലി നമുക്ക് അങ്ങനത്തെ പണ്ഡിത സഭകൾ ഇന്നില്ല. ഉള്ളവരൊക്കെ തന്നെ ഇങ്ങനെ ദ്വീപുകൾ മാതിരി ഐസൊലേറ്റഡ് ക്ലസ്റ്റേഴ്സായിട്ട് നിൽക്കുകയാണ്, തമ്മിൽ തല്ലിക്കൊണ്ട്. അപ്പോൾ നാച്ചുറലി ആരും ഇത് മുൻകൈ എടുക്കുന്നില്ല. അവിടെ ഇവിടെയൊക്കെ സെമിനാറുകളിലൊക്കെ ഇപ്പോൾ കേരളത്തിൽ തന്നെ നല്ല മികച്ച പല ജ്യോതിഷന്മാരും ഇത് പറയാൻ കാലങ്ങളായി പറയുന്നുണ്ട്. പക്ഷേ ഒരു ഏകീകരണം നടന്നിട്ടില്ല.
എന്തിന് രാജ്യത്തിന് തന്നെ നമ്മൾ ഇന്ന് ഒരൊറ്റ ടൈം സോൺ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇന്ത്യക്ക് ടൈം സോണുകൾ എണ്ണം കൂട്ടണം എന്ന് വ്യാപകമായിട്ടുള്ള ഇതുണ്ട്. കൽക്കട്ടയിലെ സമയമല്ല ബോംബെയിലെ സമയം, ടൈം. അതെ അതെ. കേരളത്തിലെ ടൈമല്ല, ഈവൻ ഡൽഹിയിലെ സമയം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരൊറ്റ ടൈമിൻ്റെ ഉള്ളിലിട്ട് കളിക്കുകയാണ്. അമേരിക്കയ്ക്ക് 3 ടൈം സോണാണ്. ചോദിച്ചാൽ പറയും വലിയ രാജ്യമാണ്. അതല്ല, ഇന്ത്യയും അത്യാവശ്യം വലിയ രാജ്യവും വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കൽക്കട്ടയിൽ സൂര്യോദയം കൊടുക്കുന്ന സമയത്ത് അല്ല ശരിക്കും ബോംബെയിൽ സൂര്യോദയം നടക്കുന്നത്, വ്യത്യാസമുണ്ട്. അപ്പോൾ ഈവൻ നമ്മൾ ഈ ഏകാദശി അല്ലെങ്കിൽ മറ്റേ ഇതിനൊക്കെ കലണ്ടർ ടൈമിങ് ഇന്ത്യക്ക് ഉണ്ടാക്കുന്നത് നമ്മളൊരു കോമൺ കളിയാണ് കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ അനവധി വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സന്ദർഭം വരുമ്പോൾ ഞാനത് പറയാറ്. ഞാനിപ്പോൾ ഇതിലൊരു അതോറിറ്റേറ്റീവ് മനുഷ്യനല്ലല്ലോ, നമ്മളൊരു സാധാരണ ഒരു ഗൃഹസ്ഥനായിട്ടൊരു വ്യക്തി, ഒരു ഫിലിം മേക്കറായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ പറയണമെന്ന് താല്പര്യം കൊണ്ട് പഠിച്ച് ഇപ്പം ഞാൻ ജ്യോതിഷം എന്ന് പറയുന്നത് എൻ്റെ ഒരു 6ാം ക്ലാസ്സൊക്കെ തൊട്ടിട്ട് ഞാൻ സ്വാധ്യായം തന്നെ പഠിച്ചതാണ്. എനിക്ക് ഗുരു ഒന്നുമില്ല ഇതിൽ. അപ്പോൾ അതിൻ്റെ കുഴപ്പങ്ങളുമുണ്ട്. ഗുരു ഇല്ലാത്തത് ക്രെഡിറ്റ് ആയിട്ടല്ല ഞാൻ പറയണത്, കുഴപ്പങ്ങളുമുണ്ട്. എന്നാൽ ഫ്രീ ആയിട്ട് എനിക്ക് ഒരു സ്കൂളിലും വിടാണ്ട് എൻ്റേതായിട്ടുള്ളൊരു ചിന്താപദ്ധതി ഉണ്ടാക്കി കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട്. ഇപ്പോൾ സിനിമയിലാണെങ്കിൽ അങ്ങനെയാണ്, ഞാൻ ആരുടെ കീഴിലും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് നേച്ചറിൽ വന്നതിൻ്റെ പ്ലസ്സും മൈനസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ടിട്ട് ഞാൻ ശ്രദ്ധിച്ചു വരുന്നൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു വർഷത്തെ ഫലം നമ്മൾ ഉണ്ടാക്കുകയാണ്. ഫലഭാഗ ജ്യോതിഷത്തിൽ നമ്മൾ പ്രെഡിക്റ്റീവ് അസ്ട്രോളജിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കും. ഒരു വർഷത്തെ, അതായത് അയാളുടെ പിറന്നാൾ തൊട്ട് അടുത്ത പിറന്നാൾ വരെ. അതായത് സൂര്യൻ നമ്മൾ ജനിച്ച സമയത്ത് എവിടെയാണോ നിന്നിരുന്നത് അവിടെ തന്നെ തിരിച്ചെത്തുമ്പോഴാണ് പിറന്നാൾ വരുന്നത്. ശരിക്കുള്ള നമ്മുടെ പിറന്നാൾ അതാ, നക്ഷത്ര പിറന്നാളോ ഒന്നുമല്ല. അത് ശരിക്കും പിന്നെയും കറസ്പോണ്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഡേറ്റ് ഓഫ് ബർത്തുമായിട്ടാണ്. അതാണ് രസം. എന്നാൽ ഇംഗ്ലീഷ് ഡേറ്റ് ഓഫ് ബർത്ത് ആണോ ചോദിച്ചാൽ അതുമല്ല എപ്പോഴും. അത് കണ്ടുപിടിച്ചാൽ അവിടം തൊട്ട് അടുത്ത പിറന്നാൾ വരെ നമ്മൾ ഉണ്ടാക്കുന്നൊരു ചക്രത്തിന് താജക ചക്രം എന്ന് പറയും. അതിന് ഗ്രന്ഥങ്ങളൊക്കെ തന്നെയുണ്ട്. താജക നീലകണ്ഠീയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. ഈ താജക ചക്രം ശരിക്ക് പേർഷ്യൻ അസ്ട്രോളജിയാണ്. താജക ക്രൗൺ എന്നുള്ള, താജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗൺ അസ്ട്രോളജിയാണ്, ക്രൗണാണ്. അത് പേർഷ്യനാണ്, അറബിക്കല്ല, പേർഷ്യൻ. അപ്പോൾ അതിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ഇൻഫ്ലുവൻസ്. നമുക്ക് നമ്മുടെ ഭാരതീയ ജ്യോതിശാസ്ത്രം അഥവാ ജ്യോതിഷം എന്ന് പറയുന്നത് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആണ് ഗ്രീക്കും ഇറാനിയനും. ഗ്രീക്കുകാരാണ് നമ്മളെ പ്രെഡിക്റ്റീവ് അസ്ട്രോളജിക്ക് കൊണ്ടുവന്നത്. നമ്മൾ പ്യുവർ സയൻസായിരുന്നു. ആകാശത്തെ പ്ലാനറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്, സെലസ്റ്റിയൽ കാര്യങ്ങൾ പഠിക്കുക, അതിന് വേണ്ട ടൂൾസ് ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ സയൻറ്റിസ്റ്റുകൾ അഥവാ ഋഷിമാർ ചെയ്തുകൊണ്ടിരുന്നത്. അവരൊരിക്കലും മനുഷ്യൻ്റെ ഭാവിയും ഭൂതവും അന്വേഷിക്കാൻ നടന്നിട്ടില്ല. നമ്മൾ ഇന്ന് ഇന്ത്യൻ അസ്ട്രോളജിയുടെ ഏറ്റവും മോശമായിട്ട് പറയുന്ന ആൾക്കാർ കളിയാക്കുന്ന ഈ ഫലം പറയുന്ന ജ്യോതിഷം ഗ്രീക്കുകാരാണ് നമ്മുടെ അവിടെ കൊണ്ടുവന്നിറക്കിയത്. യവനജാതകം എന്നൊക്കെ പറയും അതിന്. ഈ യവനം എന്ന് പറഞ്ഞുകൊണ്ടത് ഗ്രീക്ക് തന്നെ ആവണം എന്നല്ല, അത് ഇറാനിയനുമാണ്. പക്ഷേ ഗ്രീക്ക് അസ്ട്രോളജിക്ക് വലിയ ഒരു പങ്കുണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് സ്റ്റഡീസ് ഉണ്ടായിട്ടുണ്ട് അതിൽ. അപ്പം ഞാനിത് നമ്മൾ ചെറിയ രീതിയിൽ പഠിച്ചു വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ അശോകിൻ്റെ ജാതകം, അശോകൻ എന്നോട് പറയണ ശരത്തെ ഒന്ന് നോക്കിത്താ എന്ന് പറയുമ്പോൾ, ഞാൻ ഇപ്പോൾ പഠിക്കുന്ന കാലത്ത് 7ാം ക്ലാസ്സിലും 8ലും 11th അന്ന് നമ്മൾ പ്രീ ഡിഗ്രിക്കാരാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് വയസ്സുണ്ടെന്ന് നാട്ടുകാർക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ ഈ കാലത്തൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലൊരു ചേട്ടനുണ്ടാവും, എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടാത്തൊരു ചേട്ടൻ. അപ്പം ഞാൻ ഈ വൈകുന്നേരത്തെ അമ്പലത്തിലൊക്കെ പോയി, ഇവിടെ എനിക്ക് ഒന്നും ശരിയാവുന്നില്ലടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുള്ളിയുടെ ജാതകം, ചേട്ടാ നിങ്ങൾ 6 മാസത്തിൽ ഗൾഫിൽ പോകും. അങ്ങനെ ആൾ ഗൾഫിൽ പോകുന്നു, പക്ഷെ 6ാം മാസത്തിലല്ല പോകുന്നത്, അയാൾ 4ാം മാസത്തിലേ പോകുന്നു. അല്ലെങ്കിൽ ഞാൻ 6 മാസത്തിൽ ഗൾഫിൽ പോകുമെന്ന് പറഞ്ഞ ആൾ 12 മാസമായിട്ട് ഗൾഫിൽ പോകാണ്ട് എന്നെ കാണുമ്പോൾ ചീത്ത വിളിക്കുന്നു, പക്ഷേ അയാൾ 13ാമത്തെ മാസം പോകുന്നു. സംഭവം നോക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ഗ്രഹയോഗം അപ്പോഴാണ് നടന്നിരിക്കുന്നത്, ഈതർ ഏർലിയർ ഓർ ലേറ്റർ. അപ്പോൾ ഞാൻ വിചാരിക്കും അതെന്താ അങ്ങനെ വരണേ? നമ്മുടെ കാൽക്കുലേഷനിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണല്ലോ അത് വരേണ്ടത്. പക്ഷേ കാൽക്കുലേഷൻ നോക്കുമ്പോൾ ഇന്നത്തെ പഞ്ചാംഗവും ഇന്നത്തെ അസ്ട്രോളജിക്കൽ കണക്കുകളും വെച്ചിട്ട് അപ്പോഴാണ് ആ ഈവൻറ്റ് നടക്കേണ്ടത്. പക്ഷെ അത് നടക്കുന്നില്ല. ഇന്നും എനിക്കത് സംഭവിക്കാറുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചു, ഇതിനുപയോഗിക്കുന്ന ഉപകരണം ഡിഫക്റ്റീവ് ആണെങ്കിലല്ലേ. ഇപ്പം നമ്മൾ ഒരു തയ്യൽക്കാരൻ നമ്മുടെ മെഷർമെൻറ്റ്സ് എടുത്തു, നമുക്ക് ഫിറ്റ് ആവുന്ന തരത്തിൽ എല്ലാം ചെയ്തു. നമ്മൾ തടിച്ചിട്ടുമില്ല മെലിഞ്ഞിട്ടുമില്ല ഷർട്ട് കിട്ടുമ്പോൾ. പക്ഷെ അത് ഇട്ട് നോക്കിയപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഭയങ്കര ഇറുകിയിട്ട്, അല്ലെങ്കിൽ ഓപ്പളാൻ എന്ന് പറയും നമ്മുടെ നാട്ടും ഭാഷയിൽ. അങ്ങനെയുള്ള ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ
നാച്ചുറലി അയാളുടെ മെഷർമെൻ്റ് എടുത്തതിൽ വന്ന് മിസ്റ്റേക്ക് ആയിരിക്കണം. ആ മെഷർമെൻറ്റിൽ അപ്പം മെഷറിങ് ഇൻസ്ട്രുമെൻറ്റുകളാണ് ഇതൊക്കെ. ഈ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റുകളിൽ പ്രശ്നം ഉണ്ട്. അപ്പോൾ ജെന്യുവിൻലി നമുക്ക് ആഗ്രഹമുണ്ട്, ആൾക്കാരുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ്. കറക്റ്റ്. എല്ലാറ്റിലും ഉപരി സനാതനധർമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന പല ആഘോഷ ദിവസങ്ങളും പുണ്യ ദിവസങ്ങളും എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ ദിവസങ്ങളിൽ അല്ലാത്തതിൻ്റെ കുഴപ്പം മുഴുവൻ ഈ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിന് വൃക്ഷങ്ങൾ പോലും, അരയാൽ, മാവ്, ഇതൊക്കെ വ്യാപകമായിട്ട് നശിപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം നമുക്കറിയാത്തത് നമ്മുടെ ശത്രുക്കളായിട്ടുള്ളവർക്ക് അറിയാം. ഇതൊക്കെ ഫൗണ്ടേഷനാണ്. ഇതൊന്നും ഇപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. ഓക്കെ. അതേപോലെ കറക്റ്റ് പഞ്ചാംഗമല്ലാത്തത് കൊണ്ട് ശിവരാത്രിക്കല്ല, അഷ്ടമിരോഹിണിക്കല്ല, ഓണത്തിനല്ല, വിഷുവിനല്ല. നാച്ചുറലി നമ്മളിത് ആഘോഷമാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കണു. പക്ഷെ പ്രകൃതിയിൽ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് കിട്ടേണ്ട ബെനിഫിറ്റ് ഒന്നും ഈ ധർമ്മം അനുസരിക്കുന്നവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉത്സവങ്ങളൊന്നും ഇന്ന് നമുക്ക് ഹാപ്പിനെസ് തരുന്നില്ല. ശാശ്വതമായ കുറേ കാലത്തേക്കുള്ള ഒരു സമൃദ്ധിയോ അനുഗ്രഹമോ ഗ്രേസ് എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെടുന്നു. കാരണം പ്രകൃതിയിൽ നിന്നാണ് ഗ്രേസ് കിട്ടേണ്ടത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ദേവനിരുന്ന് ആ തഥാസ്തു ഞാൻ സന്തുഷ്ടനായി മകനെ എന്ന് പറയണതല്ല. പ്രകൃതിക്ക് നമ്മൾ ട്യൂൺഡാവുമ്പോൾ അപ്പോഴാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലഗ് പോയിന്റിൽ കൃത്യമായ പ്ലഗ് വെച്ച് കുത്തുമ്പോഴാണല്ലോ ഉപകരണം വർക്ക് ചെയ്യുക. സ്വിച്ചും കറക്റ്റായിരിക്കണം. എല്ലാം ചേർന്ന് വരണം. ഈ എല്ലാം ചേർന്ന് വരണതിൽ വളരെ പ്രധാനമാണ് ഈ പഞ്ചാംഗം എന്ന് പറയണത്. അപ്പോൾ നാച്ചുറലി അതുകൊണ്ടാണ് ഞാൻ പ്രഭാഷണങ്ങളിൽ ആ കാഴ്ചപ്പാടിൽ, അതായത് സോ ദാറ്റ് ദോസ് ഹു ഫോളോ അവർ ധർമ്മ, ആ ധർമ്മം അനുസരിക്കുന്നവൻ അത് കൃത്യമായ രീതിയിൽ അനുസരിക്കണം. പ്രകൃതിക്ക് കാലികമായിട്ട് കാലത്തിനനുസരിച്ച് അനുസരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയാറ്. മനസ്സിലായി. ശരി. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, എന്താണ് ഈ പഞ്ചാംഗം? പിന്നെ ഈ പഞ്ചാംഗം എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം, ഇതൊരു കണക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പറയുന്നത്. ശരത്തൻ ഓർഡറിൽ പറഞ്ഞോളൂ. പിന്നെ ഈ പർട്ടിക്കുലർ കോൺസെപ്റ്റ്, ഈ പഞ്ചാംഗം എന്ന് പറഞ്ഞത്, ഇസ് ദാറ്റ് ക്രെഡിറ്റഡ് ടു വൺ പർട്ടിക്കുലർ ഋഷി ഓർ ഇതിനൊരു ഓവർ ദി ഇയർ ഈ സിസ്റ്റം ഇവോൾവ് ചെയ്തതാണോ? അതായിരുന്നു എൻ്റെ ഫസ്റ്റ്, ഈ ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ഒറിജിൻ തന്നെ പറയാം. ആദ്യം ഇതിന് ഒരു ഋഷിയെ അങ്ങനെ പറയാൻ പറ്റില്ല. ചരിത്രമായിട്ട് നോക്കിയാലും ഇതിഹാസങ്ങൾ പുരാണാദികൾ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ഒരു ഋഷിയെ പറയാൻ പറ്റില്ല. പക്ഷെ സ്രോതസ് പറയാം. അത് മഹാദേവനാണ്. ഒരു സംശയമില്ല. മഹാദേവൻ്റെ മുകളിൽ ഒരു ഗുരുനാഥൻ ഇല്ല. സോഴ്സ് എല്ലാം മനുഷ്യന് വേണ്ടതെല്ലാം മഹാദേവൻ വഴിയാണ് വന്നിട്ടുള്ളത്. പരബ്രഹ്മസ്വരൂപിയായിട്ട് നാരായണൻ ഇരിക്കുന്നു. അതിൻ്റെ മുഴുവൻ റിപ്പോസിറ്ററി അവിടെയാണെങ്കിലും ഭാഗവതപ്പം പറയുന്നുണ്ട്, അഹമേവാസമേവാഗ്രേ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന, അത് നമ്മൾ കരുതുന്ന മാതിരി ഒരു ചതുർബാഹുവായിട്ടുള്ള രൂപമോ അല്ലെങ്കിൽ കൈലാസത്തിരിക്കുന്ന രൂപമോ അല്ല. ആ സോഴ്സ് ബോധം, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മച്ച ബൃഹത്തായതെന്നേ അർത്ഥമുള്ളൂ, അല്ലാണ്ട് അതൊരാളല്ല. ദാറ്റ് വിച്ച് എക്സ്പാൻഡ്സ് കോൺസ്റ്റൻ്റ്ലി and that which contracts also at a later point of time. Naturally, whatever there is in, എന്തൊക്കെ നോളജ് ഉണ്ടോ, എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അതിൻ്റെ ഉള്ളിലല്ലേ ഉള്ളത്. അല്ലാണ്ട് അതിലില്ലാത്ത ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ പൂർണ്ണമിതം എന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. അത്രയും കോംപ്രിഹെൻസീവാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നിൽ നമുക്ക് ഒരു പുരാണിക് സോഴ്സ് എടുക്കുമ്പോൾ മഹാദേവൻ എന്ന് പറഞ്ഞ ഒരു ഫാസറ്റിൽ കൂടെയാണ് അത് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അത് അപ്പോഴും ഹ്യൂമൻ ബീങ്സിലേക്ക് വന്നിട്ടില്ല. ഹ്യൂമൻ ബീങ്സിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിസ് മോസ്റ്റ് പ്രോമിനൻറ്റ് ഡിസൈപ്പിൾ, മഹാദേവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യത്വം ആർക്കാ? അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാധന ആരാ ചെയ്തിട്ടുള്ളത്? ഏറ്റവും വലിയ പ്രാക്ടീഷണർ, സീക്കർ, അത് പുരുഷനല്ല, ഒരു സ്ത്രീയാണ്. അമ്മ ഉമ, ശ്രീപാർവതി എന്ന് പറയും. എല്ലാം അമ്മയ്ക്കാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അമ്മയുടെ നിന്നും അങ്ങോട്ടും പഠിച്ചിട്ടുണ്ട്. ഭഗവാൻ ഷോവനിസ്റ്റൊന്നുമല്ല. ഭഗവാന്റെ മനസ്സ് തുറന്നിട്ടാണ്. ഭാര്യ പറയണതും അദ്ദേഹവും പഠിച്ചിട്ടുണ്ട്. ഭാര്യ പറഞ്ഞാൽ അദ്ദേഹം പഠിച്ചത് നിഗമം, അദ്ദേഹം ഭാര്യയെ പഠിപ്പിച്ചത് ആഗമം. അതായത് ഭഗവാൻ ആത്മാവാണ്, ഇത് പ്രകൃതിയാണ്. ആത്മാവിൽ നിന്ന് പ്രകൃതി പഠിക്കുന്നതൊക്കെ ആഗമാ. പ്രകൃതിയിൽ നിന്ന് ആത്മാവിനും പഠിക്കാനുണ്ട്. മായയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോകത്ത് നിലനിൽക്കണ ചില കാര്യങ്ങൾ, ചില വിദ്യകളൊക്കെ പഠിക്കണം. അത് പ്രകൃതിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്, അത് നിഗമം. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ആത്മാവ് പഠിക്കുന്നതൊക്കെയാണ് നമ്മുടെ ഈ ബുക്കിഷ് നോളജുകൾ. ടെക്നോളജി, സയൻസ്, ഇതൊക്കെ അമ്മയെന്നാണ് പഠിക്കുന്നത്. നമ്മൾ പ്രകൃതി ഒബ്സർവ് ചെയ്താൽ പഠിക്കണം.
ഈസോട്രിക് നോളജ് ഒറ്റൊന്നേ ഉള്ളൂ. ഞാൻ ഒന്നാണ്, ഞാൻ ഇതൊക്കെയാണ്, എല്ലാം ഞാനാണ്. എൻ്റെ ആ ഒരൊറ്റ ചിന്ത. ഇപ്പം സരസ്വതിയുടെ കയ്യിലൊരു പുസ്തകവും ഒരു അക്ഷമാല ഉണ്ടെങ്കിൽ പുസ്തകം ഈ നിഗമാ, വേൾഡ്ലി നോളജാ, നമ്മളീ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ. അക്ഷമാല എന്ന് പറഞ്ഞാൽ ആ വൺ സിംഗിൾ നോട്ട്, തത്വമസി അഹമാത്മാ ബ്രഹ്മ വാട്ടോ, അതാണ് ആത്മാവിൽ നിന്ന് പ്രകൃതി പഠിച്ചത്. ആഗമങ്ങൾ മുഴുവൻ അടിസ്ഥാനം കോറിപ്പോയാൽ അതിലാണ് നിൽക്കുക. മറ്റേതൊക്കെ സസ്റ്റനൻസ് വേണ്ടിയിട്ടുള്ള. ഓക്കെ. അപ്പോൾ അവനവനെ തിരിച്ചറിയണം ആദ്യം. ആ തിരിച്ചറിയണമെങ്കിൽ ആദ്യം നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളും നമ്മുടെ ഇന്നത്തെ മെയ്ക്കും അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ കോറിൽ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ കണ്ണടച്ചിരുന്ന് ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ദർ ആർ സ്റ്റെപ്സ്. LKG ഇരിക്കണം, UKG ഇരിക്കണം, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഇരിക്കണം, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ, അങ്ങനെ കയറി വേണം നമ്മൾ PhD എത്താൻ. അല്ലേ? ആർക്കും ഡബിൾ പ്രൊമോഷനൊന്നും കിട്ടുന്നുണ്ട് അപൂർവം പേർക്ക്. ഇപ്പോൾ രമണ മഹർഷിയെ പോലെ ഒരാൾ ഡബിൾ പ്രൊമോഷൻ അല്ല, ട്രിപ്പിൾ ടെട്ര എത്രയോ പ്രൊമോഷൻ കിട്ടിയിട്ടൊക്കെ ഒറ്റയടിക്ക് 13 വയസ്സിൽ അതിലെത്തിയ ആളാണ്. അവരെ വിടൂ, നമുക്ക് നോക്കണ്ട, അവരെ വിടൂ. വല്ലലാരെ പോലുള്ളവർ, അതേമാതിരി എന്താ പറയുക, പരമഹംസരെ പോലുള്ളവർ, വിവേകാനന്ദ സ്വാമിയെ പോലുള്ളവർ, അവരൊന്നും നമുക്ക് കണക്കാക്കണം. നമ്മൾ നമ്മുടെ സാധാരണക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ പടിപടിയായിട്ട് പഠിച്ചു വരുമ്പോൾ അവനവനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അവനവനും പ്രകൃതിയും കാലവും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ്. മനുഷ്യനും ടൈമും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കാരണം മനുഷ്യൻ ജനിക്കുന്നു, വളരുന്നു, കല്യാണം കഴിക്കുന്നു, അങ്ങനെ ഓരോ ഘട്ടം കഴിഞ്ഞ് മരിച്ചു പോകുന്നു. ഇതൊക്കെ സമയബന്ധിതമാണ്. എന്തിന്? പേരിടുന്നത് 28-ാം ദിവസം, ചരടുകെട്ട്, അല്ലെങ്കിൽ 6-ാം മാസം ചോറൂണ് എന്നൊക്കെ പറയും. ഒക്കെ സമയബന്ധിത. 28 വയസ്സായി കല്യാണം കഴിക്കണില്ലേ, 20 വയസ്സായി കല്യാണം കഴിപ്പിക്കണില്ലേ പെൺകുട്ടിയെ, കല്യാണം കഴിച്ചിട്ട് 2 കൊല്ലമായല്ലോ, പ്രസവിച്ചില്ലേ, വിശേഷമില്ലേ, ഒക്കെ സമയബന്ധിതമാണ് നമ്മൾ. അപ്പം ഈ സമയവും നമ്മളും തമ്മിലുള്ള കണക്ഷൻ നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസിലും ഇൻ്റർപേഴ്സണൽ ഇൻട്രാക്ഷൻസിലും പോലും ഉള്ളതിനെക്കാട്ടിലും ഭയങ്കരമാണ്, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പ്രകൃതിയായിട്ടുള്ള നമ്മുടെ ഇൻട്രാക്ഷൻസ്. നമ്മൾ പറയും തണുപ്പ് കാലമാണ് വരണത്, എനിക്ക് ഉറപ്പാണ് അസുഖം വരും. എനിക്ക് വേനൽക്കാലം ഇഷ്ടമല്ല, എനിക്ക് തണുപ്പാണ് ഇഷ്ടം. മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അതിനൊരു ഒബ്ജക്റ്റ്, അതൊരു കാലമാണ്, ആ കാലത്തിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അല്ലേ? അവരുടെ കൂടെ ഉണ്ടായിരുന്ന കാലം എത്ര സന്തോഷമായിരുന്നു. എൻ്റെ ആ സർവീസിൽ ഞാൻ ഇന്ന സ്ഥലത്തിരുന്നപ്പോൾ എന്ത് നന്നായിരുന്നു. ഒക്കെ കാലത്തിനെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മുടെ എല്ലാ മെമ്മറീസും. കുട്ടികളൊക്കെ ചെറുപ്പമായിരുന്നപ്പോൾ ഇതിലും നല്ലതായിരുന്നു ജീവിതം. അവർ വളരുമ്പോൾ കാര്യങ്ങൾ ബെറ്റർ ആവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പം നേരെ തിരിഞ്ഞു. ഇതെല്ലാം കാലബന്ധിതമാണ്. അല്ലേ? എൻ്റെ മോശം കാലം, എൻ്റെ ഭാഗ്യത്തിൻ്റെ കാലം, ഒക്കെ കാലമാണ്, കാലത്തിലാണ് കളിക്കുന്നത്. അപ്പം ഭഗവാൻ ആണ് ആദ്യം. അമ്മ ചോദിക്കുകയാണ്, അമ്മ പ്രകൃതിയാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. ആ ശരീരത്തിലിരിക്കുന്ന ആൾ ചോദിക്കുകയാണ് ആത്മാവിനോട്, ഞാനും കാലവും തമ്മിലുള്ള ബന്ധം എന്താ, ഹൗ ഇറ്റ് ഈസ് അഫക്റ്റിങ് മീ എന്ന് ചോദിച്ച അമ്മയുടെ ഏതോ അങ്ങനത്തെ ഒരു ചോദ്യത്തിൽ നിന്നാണ്, ആ പരാശക്തിയുടെ ആ ചോദ്യത്തിൽ നിന്നാണ് മഹാദേവൻ്റെ ആ ഒരു ഉത്തരാദ്യം വന്നിട്ടുണ്ടാവുക. അത് യാതൊരു സംശയമില്ല, മഹാദേവ. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടൊരു സോഴ്സ് എന്നാണ്. പക്ഷെ അത് അപ്പോഴും നമ്മൾ സാധാരണ മനുഷ്യരിലേക്ക് വന്നിട്ടില്ല. പുരാണം പറയണത് വളരെ രസമാണ്, പല പുരാണങ്ങളിലുണ്ടത്. ഞാനിപ്പോൾ ഈ സ്കന്ധപുരാണത്തിൽ ഈ സോമസ്കന്ധമൂർത്തി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമാസ്കന്ധമൂർത്തിയാണ്. ഉമയോടുകൂടി സ്കന്ധനോടും കൂടി ഇരിക്കുന്ന മൂർത്തിയായിട്ടുള്ള ശിവനാണ് സോമസ്കന്ധമൂർത്തി എന്ന് പറയുക. അതായത് ഫാമിലി ഫോട്ടോ പോലെയാണ്. മഹാദേവൻ ഇരിക്കുന്നു, അമ്മ ഇരിക്കുന്നു, നടുക്കൊരു കുട്ടി ഇരിക്കുന്നു, ചെറിയ കുട്ടി. ഇത് തന്നെയാണ് ഹോളി ട്രിനിറ്റി വേറൊരു റിലീജിയനിൽ. ഇത് തന്നെയാണ് ഹോളി ട്രിനിറ്റി, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ സിസ്റ്റത്തിൻ്റെ ആ സെൻറ്റർ പോയിൻ്റ് ഇരിക്കുന്ന ആളാണ്, ഈ പുത്രനാണ് ഭൂമിയിലേക്ക് നോളജിനെ എത്തിക്കുന്നത്. ഈ പ്രകൃതിയും ആത്മാവും തമ്മിലുള്ള ഇൻട്രാക്ഷനെ കേട്ടോണ്ടിരിക്കുന്നത് കുട്ടിയാണ്. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പാർവതിയുടെ മടിയിൽ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അവൻ ഭക്ഷണം എടുത്ത് കഴിക്കുന്നുണ്ട്, മുരുകൻ ഭക്ഷണം എടുത്ത് കഴിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വലിയ വലിയ കഥകൾ പറയണു. അവൻ്റെ ശ്രദ്ധ കളിയിലല്ല, അച്ഛനിൽ നിന്ന് വരുന്നത് മുഴുവൻ അവൻ സ്വീകരിക്കുന്നു, അമ്മയിൽ നിന്ന് വരുന്നത് മുഴുവൻ അവൻ സ്വീകരിക്കുന്നു. അറിവ് വളർത്തും, ജ്ഞാനപണ്ഡിതനായി മാറുന്നു. ഈ മുരുകനാണ് ഈ അച്ഛനും അമ്മയുടെയും സംഭാഷണങ്ങളിലെ മിക്ക സയൻസസും, സിദ്ധവൈദ്യം, ജ്യോതിഷം, സകലതും മനുഷ്യന് പറഞ്ഞു കൊടുത്തു. ശിവൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ശിവൻ വളരെ ശ്രദ്ധിച്ചേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. മുരുകനാണ് അഗസ്ത്യ മഹർഷി ഇതൊക്കെ പഠിപ്പിച്ചത്. മുരുകനിൽ നിന്നാണ് ആസ്ട്രോളജിയുടെ സ്റ്റാർട്ടിങ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഹ്യൂമൻ പ്രാക്ടീസിലുള്ള നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അസ്ട്രോളജേഴ്സൊക്കെ തന്നെ, നമ്മുടെ വേദിക് അസ്ട്രോളജേഴ്സൊക്കെ മുരുകൻ്റെ ഉപാസന ഉണ്ടാവും. മുരുകൻ്റെ ഉപാസന ഇല്ലെങ്കിൽ ഫലം പറയാൻ പറ്റില്ല, പ്രഡിക്ഷൻസ് കറക്റ്റാവില്ല. മുരുകന് സാന്നിധ്യം കൊടുത്തേ പറ്റൂ. മുരുകൻ
രാശിചക്രത്തിൻ്റെയും നാഥനാണ്. നമ്മൾ രാശിചക്രം കണ്ടിട്ടില്ലേ? ഈ രാശിചക്രത്തിൻ്റെ നോഡ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർ ഓഫ് ഡേവിഡ് കിട്ടും. അതായത് ഷൽക്കോണം എന്ന് പറയും. അത് തന്നെ മുരുകൻ്റെ യന്ത്രം. മുരുകൻ്റെ യന്ത്രമാണ്. അപ്പർ ട്രയാങ്കിൾ ശിവൻ, ലോവർ പോയിൻറ്റിങ് ട്രയാങ്കിൾ, അപ്പർ പോയിൻറ്റിങ് ട്രയാങ്കിൾ ഊർധ്വമായിട്ട് നിൽക്കുന്നത് ശിവൻ, താഴോട്ടുള്ളത് ദേവി. ഇത് സമമായിരിക്കും. ശ്രീചക്രത്തിലെ മാതിരി കുറച്ച് നീക്കിയിട്ടല്ല. ശ്രീചക്രത്തിൽ താഴോട്ടുള്ളതിന് കുറച്ചൊരു പവർ, വലിപ്പവും പവറും കൂടും. അങ്ങനല്ല, സമമായിരിക്കും. സ്റ്റാർ ഓഫ് ഡേവിഡ് എന്ന് പറയും. നമ്മൾ ഇന്ന് ആ സ്റ്റാർ ഓഫ് ഡേവിഡാണ് നമ്മൾ ക്രിസ്മസ് കാലത്തൊക്കെ ആഘോഷിക്കുന്നത്. അത് എല്ലാ കൾച്ചേഴ്സിലും ഉണ്ടായിരുന്നു. ഇതാണ് രാശിചക്രത്തിൻ്റെ ഫസ്റ്റ് ഫോം. അത് രാശിചക്രത്തിൻ്റെ നോഡുകൾ കണക്ട് ചെയ്താൽ ഇത് കിട്ടും. ഈ നോഡിനെ നമ്മൾ സ്ക്വയറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 12 രാശി കിട്ടും. 12 രാശിയുടെ ബോക്സിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്ത് നോക്കൂ, ഈ സ്റ്റാർ കിട്ടും. അതുകൊണ്ട് ലോർഡ് ഓഫ് ദ രാശി മുരുകനാണ്. മുരുകനാണ് ശരിക്കും നോക്കിയാൽ ഋഷി എന്ന് പറയാവുന്ന ആൾ. സുബ്രഹ്മണ്യ ഋഷി എന്ന് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ. പിന്നെ അഗസ്ത്യനാണ്. ഭൃഗുണ്ട്, ഭൃഗു സംഹിത, ഭൃഗുനാടിയൊക്കെ പലതരത്തിലുണ്ട്. പരാശരനുണ്ട്. പരാശര സംഹിതയൊക്കെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ഈ വ്യാസമഹർഷിയുടെ അച്ഛനാണ് പരാശരൻ. പരാശര ഹോര മുഹൂർത്തം നോക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ അനവധി രാജാക്കന്മാരുണ്ട്, അനവധി എന്താ പറയുക സാധാരണ ആൾക്കാരെഴുതിയതുണ്ട്. ഇനി നമ്മുടെ ചരിത്രത്തിൻ്റെ കാലത്തേക്ക് വന്നാൽ നമുക്ക് ഋഷി എന്ന് വിളിക്കാവുന്ന ഒരാൾ വരാഹമിഹിരനാണ്. വരാഹമിഹിരൻ്റെ മുകളിൽ ഒരാളില്ല. വരാഹമിഹിരൻ എഴുതി വെച്ചത് കാലാകാലത്തിനനുസരിച്ച് പഞ്ചാംഗം പരിഷ്കരിച്ചു കൊള്ളണം. ഞാനീ എഴുതിയതും ഡെഫിനിറ്റീവ് അല്ല. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഡിക്റ്റങ്ങളിലൊന്നാണ്. രണ്ടാമത്തെ ഡിക്റ്റാണ് ജന്മജാതകം എല്ലാ കാലത്തും ഫലിക്കണമെന്നില്ല. 25 വയസ്സ് വരെയൊക്കെ മാക്സിമം ഒരാളുടെ ജനിച്ച ബ്ലൂ പ്രിൻ്റിലുള്ള ജാതകം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ സ്വന്തം അധ്വാനം കൊണ്ടും സ്വന്തം ഉപാസന കൊണ്ടും ഒരാൾക്ക് വേണമെങ്കിൽ നല്ല തോട്ട്സ് കൊണ്ടും മനസ്സിനെ നേരെ നിർത്തിക്കൊണ്ടും ജാതകത്തിനെ തന്നെ മാറ്റിമറിക്കാമെന്ന് എഴുതിയ മഹാത്മാവാണ് അദ്ദേഹം. ഇന്ന് നമ്മളെ എന്താ പറഞ്ഞു പഠിപ്പിക്കുന്നത്? 80 വയസ്സായാലും നമ്മൾ കൊണ്ടേ നമ്മുടെ ജാതകം നോക്കിയിട്ട് പറയും എൻ്റെ ഗതി ഇതാണ് പഠിപ്പിക്കുന്നത്. ആചാര്യനെ പറഞ്ഞു വെച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൻ്റെ അനവധി അംശങ്ങൾ നമുക്ക് ഈവൻ ഇതിലൊക്കെ കാണാൻ പറ്റും. പുരാണങ്ങളിൽ, അഗ്നിപുരാണത്തിലൊക്കെ കാണാം, മാർക്കണ്ഡേയ പുരാണത്തിൽ കാണാം. എങ്ങനെ മുഹൂർത്തം നോക്കണം യാഗത്തിന്. അതുകൊണ്ട് ജ്യോതിഷം അങ്ങോട്ട് എത്രയോ ഋഷിമാരെ ഏറ്റെടുത്തിട്ട് അത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചാംഗം എന്ന് പറയുന്നത് ഈ കാലത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഫസ്റ്റ് ഇൻസ്ട്രുമെൻറ്റാണ്. അതിൻ്റെ മുകളിലാണ് ബാക്കിയൊക്കെ പണിതിരിക്കുന്നത്. അതിന് 5 അംഗങ്ങളാണ്. 5 അംഗങ്ങൾ, 5 കോമ്പണൻസാണ്. തിഥി, വാരം, നക്ഷത്രം, യോഗം, കരണം. അത് നമുക്ക് പിന്നെ പറയാം. ഈ 5 എണ്ണത്തിലാണ് ഇത് നിൽക്കുന്നത്. എനി ഗിവൺ ടൈമിൻ്റെ കംപ്ലീറ്റ് ക്വാളിറ്റീസ് എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാണ്ട് ഒരു ദിവസത്തിൻ്റെ ക്വാളിറ്റി അല്ല. പലരും തെറ്റിദ്ധരിക്കുന്നത് ദിവസത്തിൻ്റെ ക്വാളിറ്റിയാണെന്നാ. അല്ല, ഈ നിമിഷത്തിൻ്റെ ക്വാളിറ്റീസ് എന്താ, അതാ ഈ നിമിഷത്തിൻ്റെ ക്വാളിറ്റി എന്താന്ന് പഠിക്കലാണ് പഞ്ചാംഗം. അത് എന്തിനാന്ന് ചോദിച്ചാൽ ആ ക്വാളിറ്റീസ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് വലിയ ബുദ്ധിജീവിത്തരം പറഞ്ഞാലും വി ആർ സ്ലേവ്സ് ടു ദാറ്റ്. സമയത്തിൻ്റെ അടിമയാണ് നമ്മൾ. അത് നാസ്തികൻ വലിയ ബുദ്ധിജീവിയാണ്, അവൻ ഈ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അത് അഫക്റ്റ് ചെയ്യാണ്ടിരിക്കുന്നില്ല. അവൻ നിരീശ്വരവാദി ആയ തന്നെ കാരണം ആ സമയത്തിൻ്റെ കാരണമാണ്. മനസ്സിലായില്ലേ? ആ ടൈം അത് ലൈഫ് ലോങ് ടൈം മാത്രമല്ല, ഒരു വർഷത്തെ ടൈം മാത്രമല്ല, ഒരു മാസത്തെ മാത്രമല്ല, ഒരു ആഴ്ചയിലെ മാത്രമല്ല, ഒരു ദിവസത്തെ മാത്രമല്ല, ഒരു അവറിൻ്റെ മാത്രമല്ല. ഈ ഗിവൺ ടൈമിൽ അവൻ എന്താണെന്നുള്ളത് കാലമാണ് നിർണ്ണയിക്കുന്നത്. കാലമാണ് നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഈ ശ്വാസം പുറത്തേക്ക് പോകണം, അകത്തേക്ക് പോകണം, അതോ ഇതിപ്പോൾ സ്റ്റോപ്പ് ആവണം, അവൻ കുഴഞ്ഞു വീണം അവിടെ മരിക്കണം. ഇത് നിർണ്ണയിക്കുന്നതാണ്. അത് ഓരോരുത്തർക്കും യുണീക്കാണ്. എൻ്റെ ടൈമായിരിക്കില്ല അശോകിന്, വേറൊരാൾക്ക് ആയിരിക്കില്ല. നമ്മളൊക്കെ യുണീക്കായിട്ടുള്ള സൃഷ്ടികളാണ്. നമ്മളെപ്പോലെ ഒരാൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പും ഇല്ല, ഇപ്പോഴും ഇല്ല, നാളെയും ഉണ്ടാവില്ല. അത്രയും പെർഫെക്റ്റ് സൃഷ്ടികളാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ. അവിടെയാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോവുക. ഇതെങ്ങനെയാണ് നമുക്ക് പക്ഷെ സ്വന്തം അങ്ങനെ വിലയില്ല. സത്യം നമുക്ക് വിലയില്ല. എന്തിന്? നമുക്കൊരു ട്വിൻ സഹോദരനുണ്ടെങ്കിൽ ആ സഹോദരനോ സഹോദരിയോ പോലും നമ്മളല്ല, 100% നമ്മളല്ല.
അല്ലേ? അപ്പോൾ ഓരോ വ്യക്തിക്കും ഉള്ള സമയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ ചെന്ന് ആ സൂക്ഷ്മമായ തലത്തിലുള്ള അതിൻ്റെ ഗുണത്തെ പഠിച്ച് ആ ഗുണത്തിനനുസരിച്ചിട്ട് ജീവിതത്തിനെ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ കണ്ണി തട്ടേണ്ടത് പുരികത്തി തട്ടിച്ച് വിടാം. കണ്ണി തട്ടേണ്ടതിനെ പുരികത്തി തട്ടിച്ച് വിടാം. പൂർവ്വകർമ്മം എന്നൊരു സംഭവം ഇവിടെ വരും. അപ്പോൾ ആ കർമ്മവും നമ്മളിപ്പോൾ എടുക്കണ നമ്മുടെ ഫ്രീ വില്ലും ഇത് രണ്ടും ചേർന്നുകൊണ്ടാണല്ലോ നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൂർവ്വകർമ്മത്തിനനുസരിച്ച് നമുക്കൊരു അനുഭവം ഉണ്ടാവണു. ആ അനുഭവത്തിനോട് എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതിന് നമ്മൾ നമ്മുടെ ഫ്രീ വില്ല് ഉപയോഗിക്കുന്നു. അതിനനുസരിച്ചിട്ട് നമ്മുടെ അടുത്ത കർമ്മം ഉണ്ടാവണം. ഇപ്പോൾ നമുക്കൊരു ദുരന്തം വന്നു, പൂർവ്വകർമ്മത്തിൻ്റെ ഫലമാണെന്ന് പറയാം. പക്ഷേ ആ ദുരന്തത്തിനോട് നമുക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം? ഒന്നുമില്ലെങ്കിൽ ഇല്ല ഞാൻ ഇനിയും സ്ട്രോങ് ആയി നിൽക്കും എന്ന് പറഞ്ഞ് എണീക്കാം. അല്ലെങ്കിൽ എന്നെ കൊണ്ട് പോയി എൻ്റെ ജീവിതം കഴിഞ്ഞു പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം നമ്മൾ നമ്മുടെ ഫ്രീ വില്ല് ഉപയോഗിച്ച് എടുക്കുന്ന തീരുമാനമാണ് പിന്നെ നമ്മുടെ അടുത്ത കർമ്മത്തിൻ്റെ സൈക്കിൾ ഉണ്ടാക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? ഈ സമയത്തിന് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രീ വില്ല് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കണ വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റേത് ഫ്രീ വില്ല് ഉപയോഗിച്ചാൽ അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ആ നേരത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ തെറ്റായ തീരുമാനം എടുക്കും. ഇപ്പം പല ആൾക്കാരുണ്ട്, ഒരു പ്രണയനൈരാശ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതൊന്ന് വിട്ടിട്ട് അടുത്ത് പിന്നെ കിട്ടണ ആളിലേക്ക് അങ്ങോട്ട് ചാടും. അത് അവരുടെ ജീവിതത്തിന് അങ്ങോട്ട് എന്നേക്കായിട്ട് അടിച്ച് തകർത്ത് സീലടിച്ച് വെച്ചളയും. ചിലപ്പോൾ അത് അവരുടെ മരണത്തിൽ തന്നെ കലാശിക്കും. ആ രണ്ടാമത് ഉണ്ടാവണ റിലേഷനായിരിക്കും ആദ്യത്തേനെക്കാട്ടും ഡാമേജിങ് അവർക്ക്. അതിന് കാരണം ഈ കാലത്തിൻ്റെ കളിയാണ്. മനസ്സെപ്പോഴും വെമ്പിക്കൊണ്ടിരിക്കും. അപ്പം മനസ്സിൻ്റെ മുകളിലാണ് കാലത്തിൻ്റെ സ്വാധീനം നിൽക്കുന്നത്. ആ സ്വാധീനത്തിനെ നമ്മൾ അനുനിമിഷം തിരിച്ചറിയാനൊരു ശാസ്ത്രം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ ശാസ്ത്രമാണ് പഞ്ചാംഗം. അല്ലാണ്ട് പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ മാത്രമല്ല. പണ്ടത്തെ കാലത്ത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ പഞ്ചാംഗം വായിച്ച് വെക്കും രാജാക്കന്മാർ. അന്നത്തെ തിഥി, വാരം, നക്ഷത്രം, യോഗം, കരണം, ഈ 5 എണ്ണം കേട്ടാൽ മതി എന്നാണ്. പുണ്യമായി ഇത്ര ആ ദിവസം. വേറെ ഒരു ഗ്രന്ഥവും വായിക്കേണ്ടതെന്നാണ്. പഞ്ചാംഗം എടുത്ത് നമ്മൾ സ്വന്തമായിട്ടുള്ള രീതി രാവിലെ ഒന്ന് വായിക്കുകയോ, അന്നത്തെ ഈ പറഞ്ഞ 5 കോമ്പണൻസ് ഏതൊക്കെയാണ്, തിഥി എന്താ, നക്ഷത്രം എന്താ, വാരം എന്താ, നക്ഷത്രം എന്താ, യോഗം എന്താ, കരണം എന്താ നോക്കിയാൽ ആ ദിവസം പുണ്യമായി. കാരണം എന്താ വെച്ചാൽ അറിവുള്ളവൻ അതിനനുസരിച്ചിട്ട് ആ ദിവസം കൊണ്ട് നടക്കും. അതെ, ഇതാണ് പഞ്ചാംഗത്തിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോണ സമയത്ത് നമ്മൾക്ക് ഒരു ദിവസത്തിൽ നമ്മൾക്ക് എന്ത് പ്രവൃത്തിയും ഒന്ന് സ്മരിക്കുമ്പോഴേക്കും തന്നെ ഭംഗിയായിട്ട് നടക്കണ വിധത്തിലുള്ള ഗോൾഡൻ ടൈമുകളുണ്ട്. നമ്മൾ ചിന്തിക്കുക, ആശയങ്ങൾ, ഐഡിയേഷൻസ് ഒന്നും ചെയ്യാണ്ട് ഇറങ്ങി പണിയെടുക്കണ്ട. ഇപ്പോൾ വീട് വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ട് നേരാക്കാത്തൊരു കടലാസ് നേരാക്കാൻ വേണ്ടി ഒരു സർക്കാർ ഓഫീസിൽ പോവുക, ഒരു ബില്ലടച്ചിട്ടില്ല അത് അടയ്ക്കുക. ഇതിന് പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈമുണ്ട്. ആദ്യത്തെ ഐഡിയേഷനും മറ്റ് വലിയ കാര്യങ്ങൾക്കുള്ളതാണ് ഗോൾഡൻ ടൈം. പിന്നെ പ്രൊഡക്റ്റീവ് ടൈം. പിന്നെ വേറൊരു ടൈമുണ്ട്, മിണ്ടാതിരിക്കണം, വായ മൂടി മിണ്ടാതിരിക്കുക, സൈലൻസിൻ്റെ സമയം. ആ സമയത്ത് നല്ലൊരാശയം അപ്പുറത്തൊരാളോട് പറഞ്ഞാൽ പോലും അയാൾ തെറ്റിദ്ധരിക്കും. അത് വഴക്കാവും, പ്രശ്നമാവും. നിങ്ങളുണ്ടായിട്ടുള്ള വഴക്കിൻ്റെ ദിവസങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ വഴക്കിൻ്റെ സമയം പോലും ഓർക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചാംഗം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ നേരത്തെ എന്തായിരുന്നു അതിൻ്റെ കുഴപ്പമെന്ന്. നമ്മൾ കാലത്തിൻ്റെ പിടിയിലാണ്. കാലത്തിൻ്റെ പിടിയിലല്ലാത്ത ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സുദർശന ചക്രം എടുത്ത് ഉയർത്തി പിടിച്ച് നിൽക്കുന്നത്. ഇത് എൻ്റെ കയ്യിലാണ്, അല്ലാണ്ട് ഞാൻ ഇതിൻ്റെ കയ്യിലല്ല. നമ്മളെ സുദർശനം വലയാ ചെയ്തിരിക്കുന്നത്. ഭഗവാൻ അത് എടുത്ത് ഉയർത്തി പിടിച്ച് നിൽക്കണം. അപ്പം ഈ സമയത്തിനോടുള്ള റെസ്പെക്റ്റ്ഫുൾ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പഞ്ചാംഗം. സമയത്തിനെ ബഹുമാന പുരസ്സരം നമ്മൾ ആവുന്ന പോലെ അറിയുക. അതിനെ മുഴുവൻ അറിയാൻ ആർക്കും, കാലചക്രത്തിനെ ആർക്കും മുഴുവൻ അറിയാൻ പറ്റില്ല. അതിനെ ബഹുമാന പുരസ്സരം അറിയുക. അതിന് വേണ്ടിയിട്ട് 5 ടൂൾസ് ഉണ്ടാക്കി കൊടുത്തതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഇതാണ് പറയാനുള്ളത്. ഇപ്പോൾ ആസ്ട്രോളജിയും ഇപ്പോൾ ശരത്തേട്ടൻ്റെ ആ ഒരു ഇതിൽ പറഞ്ഞു. പക്ഷേ ഇതിനും ഇതേപോലത്തെ ഒരു കോസ് ഉണ്ടാവില്ല. ഇതിപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ എൻ്റെ നാളത്തെ നല്ല കാര്യം, എൻ്റെ ഫ്യൂച്ചർ പ്രഡിക്ഷൻസും കാര്യങ്ങളുമാണ് എല്ലാവരും അതിനു വേണ്ടി മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലാണ്ട് വേറൊന്നിനും നോക്കാറില്ല. അല്ല, ഞാൻ പറഞ്ഞാൽ അതിലൊരു വലിയ തെറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും എൻഡ് ഓഫ് ദി ഡേ ഈ ഗോളങ്ങളുടെ നീക്കവും ഇതൊക്കെ പഠിച്ച ആ ഋഷിമാരുണ്ടാക്കിയ ഫൗണ്ടേഷനിൽ നിന്നിട്ടേ നമുക്ക് പ്രഡിക്റ്റീവ് അസ്ട്രോളജി നോക്കാൻ പറ്റുള്ളൂ. ഒരു ഗോളം ഇന്ന രീതിയിൽ നീങ്ങണു എന്ന് അറിഞ്ഞില്ലെങ്കിൽ അത് വക്രത്തിൽ പോണു, റിവേഴ്സിൽ പോണു. ഗോളങ്ങൾ റിവേഴ്സിൽ പോവില്ല, പക്ഷെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് റിവേഴ്സിൽ പോണ പോലെയാണ്. ഇപ്പം നമ്മൾ ഒരു കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കയറുമ്പോൾ മറ്റേ കാറ് പുറകിലേക്ക് പോണ മാതിരിയല്ലേ നമുക്ക് തോന്നുന്നത്.
ഈ ഗ്രഹങ്ങളുടെ സ്പീഡ് അനുസരിച്ചിട്ട്. അപ്പോൾ വ്യാഴം വക്രത്തിൽ പോയി ശനി വക്രത്തിൽ പോയി ശനി ഓട്ടം ഒന്നും നിർത്തുന്നില്ല, ദേ ആർ മൂവിങ് ഫോർവേഡ് ഓൺലി. അത് മുന്നോട്ട് തന്നെയാണ് പോണത്. പക്ഷെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ സ്പീഡ് അച്ചുതണ്ടിലിൻ്റെ കറക്കത്തിൽ വരുന്ന വ്യത്യാസമോ വാട്ടവർ ഇൻ റിലേഷൻ ടു എർത്ത് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടൈം ഇതൊന്ന് ബാക്കിലേക്ക് പോണ പോലെ തോന്നുകയാണ് ഒരു ആ ഒരു ഇത് കിട്ടും. അപ്പോൾ ആ സമയത്തുണ്ടാവുന്നൊരു ഇഫക്റ്റ് ഉണ്ട്. കാരണം അതിൽ നിന്നുള്ള രശ്മികളാണ് നമുക്കും കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ മാറ്റങ്ങൾ, അത്തരം മാറ്റങ്ങൾ പഠിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ഫലം പറയാൻ പറ്റണത്. ഇപ്പം ഞാൻ പറയാം, അഗ്നിമാരുതം എന്ന് പറഞ്ഞൊരു യോഗം ഉണ്ടായിരുന്നു കോവിഡിൻ്റെ സമയത്തൊട്ടെ, എൻ്റെ ഓർമ്മ കറക്റ്റ് അല്ല, വസുന്ധര യോഗം. അങ്ങനെ ആ ഗോളങ്ങളുടെ ആ മൂവ്മെൻറ്റ് പഠിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനൊരു പ്രൊഡിക്ഷൻ നടത്താൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ സയൻസ് തന്നെ വേണം, ആസ്ട്രോണമി വേണം. ആസ്ട്രോണമി, ഇന്ത്യൻ ആസ്ട്രോണമിയുടെ അതൊരു ചെടിയാണെങ്കിൽ അതിലത്തെ ഒരു ചെറിയൊരു ശാഖയോ ഒരു പൂവോ മാത്രമാണ് ഫലം പറയുന്ന ജ്യോതിഷം. പക്ഷെ നമ്മൾ ആ പൂവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. അതിൽ വേറെയും പുഷ്പങ്ങളുണ്ട്, വേറെയും ശാഖകളുണ്ട്, വേറെയും ഇലകളുണ്ട്. ഇത് കടൽ പോലെയാണ്. ജ്യോതിശാസ്ത്രത്തിന്, ഈ മഹാശാസ്ത്രത്തിന് ജാതകം, നിമിത്തം, മുഹൂർത്തം, ഗണിതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. അത് അസ്ട്രോളജറോ വലിയൊരു ഭാഗമാണ്. അതിൽ ഗണിതത്തിലാണ് സകല ക്രിയകളും. ഈ കണക്കാ മുഹൂർത്തം ആ കാലത്തിൻ്റെ ഏറ്റവും നല്ല സമയങ്ങളെ വേർതിരിച്ചറിയുന്ന രീതി ഈ ഗണിതം ഉപയോഗിച്ചിട്ട്. നിമിത്തം ഒരു കാര്യത്തിനുള്ള പ്രശ്നപരിഹാരം തേടുന്ന സമയത്തോ നമ്മളെ ഒരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടും മറ്റും നമ്മുടെ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളെ ഒബ്സർവ് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഈ പോണത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് പറയാല. തലക്കുളത്തൂർ ഭട്ടതിരി കേട്ടിട്ടുണ്ടോ? വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു മഹാത്മാവായിരുന്നു. ഞാൻ വില്ലുമംഗലത്തിൻ്റെ കഥ പറയുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ച് പറയാറുണ്ട്. വില്ലുമംഗലത്തിൻ്റെ സമാധിയുടെ സമയത്ത് അദ്ദേഹമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം മഹാത്മാവായിട്ടുള്ളൊരു ജ്യോതിഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടക്കാലത്ത് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കേണ്ടി വന്നു. കാശിക്ക് പോയി അദ്ദേഹം. കാരണം അദ്ദേഹം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വൈദവ്യം, അങ്ങനെ എന്തോ ആരോ മരിക്കുക, അങ്ങനെ എന്തോ ഒരു കഥയാണ്. അതെനിക്ക് അത്ര അറിയില്ല. പക്ഷേ എന്താണ്, അദ്ദേഹം കാശി പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ചെറിയ മകൻ വളർന്നു വലുതായി. അവൻ സ്വന്തം നിലയ്ക്ക് പ്രാക്ടീസ് തുടങ്ങി, നല്ല അറിയപ്പെടുന്ന ജ്യോതിഷിയായി കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ ഭയങ്കര സന്തോഷമായി. അച്ഛനെ ഇമ്പ്രസ് ചെയ്യണം. കാരണം അച്ഛൻ എന്ന് പറഞ്ഞാൽ രാജാവാണ് ജ്യോതിഷത്തിൻ്റെ. വടക്കനാഥ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഒരു തിരുവാഭരണം കട്ടുകൊണ്ട് പോയിട്ട് കറുത്തൊരാളാണ് എന്ന് മാത്രം ജ്യോതിഷം പറഞ്ഞപ്പോൾ ഏതോ അവിടെ ജോലിക്ക് വരുന്ന ഒരു പാവത്തിനെ പിടിച്ച് നാട്ടുകാർ തല്ലി. കറുത്തൊരാളെ തല്ലുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഭട്ടേരി പറഞ്ഞു കറുത്ത ആളെന്നല്ല പറയുന്നത്, അത് കറുത്തതും ആകാശത്ത് സഞ്ചരിക്കുന്നതുമാണ് എന്ന് പറഞ്ഞിട്ട് കാക്കയാണ് കൊത്തിക്കൊണ്ടുപോയതെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഇയാളെ രക്ഷിച്ച കഥയുണ്ട്. അപ്പോൾ ഈ അച്ഛൻ്റെ പ്രശസ്തിയിൽ മകന് വലിയ അഭിമാനമാണെങ്കിലും ഞാനും മിടുക്കനായി എന്ന് കാണിക്കണം. അപ്പോൾ അച്ഛനും മകനും കൂടെ യാദൃശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുമ്പോൾ പെട്ടെന്നൊരു ലക്ഷണം കണ്ടു. ഉടനെ പറഞ്ഞു, അച്ഛാ നമുക്ക് പാൽപ്പായസം കിട്ടും. കൊടും കാടാ, അടുത്തെവിടെയും അമ്പലോ പായസം തരാൻ ആരുമില്ല, കാട്ടുകൂടെ പോണ്. അച്ഛാ പായസം കിട്ടും, പാൽപ്പായസം കിട്ടും പറഞ്ഞു. ഭട്ടേരി കിട്ടും, പക്ഷെ കുറച്ച് കരിഞ്ഞായിരിക്കും പറഞ്ഞു. മകൻ മനസ്സിലായില്ല അച്ഛൻ എന്താ പറഞ്ഞത്. കുറച്ച് ദൂരം കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണൻ, ഒരു നമ്പൂതിരി തലയിലൊരു കുടവുമായിട്ട് വരുന്നു. അയാൾ അമ്പലത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരികയാണ്. ഇവരെ കണ്ടപ്പോൾ ചോദിച്ചു, വഴിപോക്കരാണെന്ന് മനസ്സിലായി. എൻ്റെ കയ്യിൽ കുറച്ച് പായസം ഉണ്ട്, വേണോ? ഇത് മുഴുവൻ എനിക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ആരും കഴിക്കാനില്ല, അമ്പലത്തിൽ നേദിച്ചാൽ പറഞ്ഞു. ശരി തന്നോളൂ പറഞ്ഞു. കഴിച്ചപ്പോൾ കരിഞ്ഞതാ. മകൻ ഞെട്ടിപ്പോയി. കുറച്ച് ദൂരം ചെന്നപ്പോൾ അച്ഛനോട് ചോദിക്കാനും പേടി. എന്താണെന്ന് ചോദിച്ചു. അച്ഛൻ എങ്ങനെയാണ് അത് കരിഞ്ഞതാണെന്ന് മനസ്സിലായത് ചോദിച്ചു. നിനക്ക് എങ്ങനെയാണ് പായസം കിട്ടുമെന്ന് മനസ്സിലായത് ചോദിച്ചു. അപ്പോൾ ഇന്നൊരു പക്ഷി പാലുള്ള വൃക്ഷത്തിലിരിക്കണ കണ്ടു. പാലുള്ള വൃക്ഷങ്ങളുണ്ടല്ലോ, ഇപ്പോൾ പാല പോലുള്ള പാലുള്ള വൃക്ഷം, ഈ കറ ആ പാല് ഉള്ള വൃക്ഷം, അതാണെന്ന് പറഞ്ഞു. അതേ കണ്ടുള്ളൂ ചോദിച്ചു. അതാണ് കണ്ടവർ. അത് ഇരുന്ന കൊമ്പ് ഉണങ്ങിയതായിരുന്നു, അത് നീ ശ്രദ്ധിച്ചില്ല അല്ലേ ചോദിച്ചു. കരിഞ്ഞ കൊമ്പിലായിരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞു പായസം കിട്ടും. മകൻ പറഞ്ഞു, മകൻ അതേ ശ്രദ്ധിച്ചുള്ളൂ. അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മത നോക്കൂ. ഇത് നിമിത്തം. ഞാൻ കഥ വെച്ച് പറഞ്ഞു തന്നതാണ്. എനിക്ക് അറിയണ ഒരു കഥ വെച്ച് ഞാൻ പറഞ്ഞു തന്നത്. ഇതൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ തലക്കുളത്തൂരിൻ്റെയൊക്കെ ഭയങ്കര ഫാനാണ്. അപ്പോൾ കാരണം അദ്ദേഹത്തിനെ പോലുള്ളവരൊക്കെ ജീവിച്ച മണ്ണിലാണെന്ന് പുഴുക്കൾ. മഹാത്മാക്കളായിരുന്നു അവരൊക്കെ. അതേമാതിരി തന്നെ എന്താ പറയുക, പ്രശ്നമാർഗത്തിൻ്റെ കർത്താവ്, ദേവപ്രശ്നങ്ങളുടെ മുഴുവൻ അടിസ്ഥാന ഗ്രന്ഥങ്ങളുടെ കർത്താവ്, ഹോരാശാസ്ത്രത്തിൻ്റെ കർത്താവ്, ഇതൊക്കെ കേരളീയരാ.
ഇവരൊക്കെ മലയാളികളായിട്ടുള്ള മഹാത്മാക്കളാണ് ഇവരെല്ലാവരും. പിന്നെ അപ്പോൾ അത് നിമിത്തം പിന്നെ നമുക്ക് വരണത് ജാതകം വെച്ചാൽ ജനിച്ച സമയം തൊട്ടിട്ട് ഉള്ള ഒരു കണക്ക്. അതിൽ പണ്ടത്തെ കാലത്ത് ഗർഭാധാനം നടന്ന സമയത്ത് ഫെർട്ടിലൈസേഷൻ നടക്കണ സമയം തൊട്ടിട്ട് കണക്കാക്കിയിട്ട് എഴുതാൻ സാധിച്ചിരുന്നവരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ശരിക്കും ജാതകം അതായിരിക്കും എന്ന് പറയുന്നു. ഒരു ഡീവിയൻ തോട്ടാണ്, അങ്ങനത്തെ സ്കൂളുണ്ട് എന്തായാലും. പക്ഷേ ചിലർ പറയും അല്ല, ശ്വാസം തട്ടുക, സൂര്യരശ്മി തട്ടുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഉള്ള സ്കൂളിൽ അതിപ്പോഴും ഈ അരുണോദയം വേണോ സൂര്യോദയം വേണോ ഏകാദശിക്കുക എന്ന് പറഞ്ഞാൽ അടിയാണ്. രുഗ്ഭാംഗപക്ഷം അംബരീഷപക്ഷം വരെയാണ് മനുഷ്യൻ്റെ ജനനത്തിലും. അപ്പം ആവിർഭവിച്ച സമയമാണോ പുറത്തു വന്ന സമയമാണോ എന്നുള്ളത് എന്താണെങ്കിലും രണ്ട് സിസ്റ്റത്തിലും പെർഫെക്റ്റ് ജാതകം ഉണ്ടാക്കാൻ പറ്റും ഒരു വ്യക്തിയുടെ. അപ്പോൾ അത് ജാതകം ആണ് വരുന്നത്. പിന്നെ വരുന്നതാണ് പ്രശ്നം. പ്രശ്നം എന്താ വെച്ചാൽ ഒരു എക്സിസ്റ്റിംഗ് സംഭവമുണ്ട്, ആ എക്സിസ്റ്റിംഗ് സംഭവത്തിനെ നമുക്ക് അറിയണം. അതിന് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ചോദിക്കുന്ന നിമിഷത്തിലുള്ള ഗ്രഹനില, ചോദ്യകർത്താവ് വന്ന ദിക്ക്, ഒറ്റയ്ക്കാണോ കൂടെ ആളുണ്ടായിരുന്നോ, അവർ വരുമ്പോൾ എന്ത് നിമിത്തങ്ങളുണ്ടായി, ഇതൊക്കെ കൂട്ടി വച്ചിട്ട് ഈ പറഞ്ഞ ഗണിതം, മുഹൂർത്തം, നിമിത്തം, ഈവൻ ജാതകവും ചില സമയങ്ങളിൽ അവിടെ പ്രയോഗിക്കാം. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് പറയണ അഞ്ചാമത്തെ പരിപാടിയാണ് ഈ പ്രശ്നം. അതിൽ പ്രശ്നത്തിൻ്റെ കിങ്ങുകൾ മലയാളിയാണ്. പ്രശ്നവിദ്യ ഇങ്ങനെ വളർത്തിയത് കേരളമാണ്. ഭാരതത്തിൽ തന്നെ കേരളീയ സമ്പ്രദായത്തിനൊരു വൈശിഷ്ട്യം വളരെ അധികമാണ്. നമ്മളാണ് കിങ്സ് ഓഫ് പ്രശ്നം വെപ്പ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ തന്നെ ചോദ്യം എന്നാണല്ലോ അർത്ഥം. നമുക്ക് പ്രശ്നം പറഞ്ഞ ഒരു പ്രോബ്ലമാണ് ഇന്ന് മലയാളത്തിൽ, പക്ഷെ സംസ്കൃതത്തിൽ അതൊരു ചോദ്യമാണ്. ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യം. ചോദിക്കുന്നവനെ പൃച്ഛകൻ എന്ന് പറയും. ഈ പൃച്ഛകൻ്റെ രീതി അനുസരിച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവർ പ്രശ്നം നടക്കുന്ന വീട്ടിൽ വിളക്ക് കെടാൻ പോയി. എണീച്ച് വന്ന് ആ വിളക്ക് നേരാക്കുന്നത് സ്ത്രീയാണെങ്കിൽ അപ്പം പറയും ആ വീട്ടിലെ എല്ലാ ചുമതലയും കൊണ്ടു കിടന്ന് കഷ്ടപ്പെടുന്നത് ആ സ്ത്രീയാണെന്ന്. സ്ത്രീകളാണ് ആ വീട്ടിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊണ്ടു കിടക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് അവിടെ ചെല്ലുമ്പോൾ, അവിടെ കയറി ചെല്ലുന്ന സമയത്ത് സ്ത്രീ എപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ആ വീട്ടിലെങ്കിൽ ജ്യോതിഷനത് അപ്പറിയും. സ്ത്രീക്കാണ് അവിടെ ഭരണം എങ്കിൽ, സ്ത്രീയാണ് പ്രോബ്ലം സോൾവർ എന്നുണ്ടെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതറിയാം. ആണുങ്ങൾ മടിയന്മാരാണെങ്കിൽ ആണുങ്ങളെപ്പോഴും ചിലയിടങ്ങളിൽ ആണുങ്ങളായിരിക്കും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടറിയാം അവിടെ സ്ത്രീക്കാട്ടിലും എപ്പോഴും ആണുങ്ങൾക്കൊരു മേൽക്കോയ്മ. ഇങ്ങനെയൊക്കെ സിമ്പിളായിട്ട് തൊട്ടിട്ട് പട്ടി, പൂച്ച, ചില്ലകളുടെ ഇളക്കം, ശ്വാസം, അവനവൻ്റെ അടക്കം അനവധി വിഷയങ്ങളുണ്ട് നിമിത്തത്തിൽ. നിമിത്തം ശാസ്ത്രമാണ്, പഠിക്കേണ്ടതാണ്. ഇതേപോലെയാണ് മുഹൂർത്തം. ഇതൊക്കെ കടലാണ്. നമ്മളൊരു തുടക്കത്തിൽ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ന് നമുക്കൊരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ആകെ എന്താ പറയുക, ഒരു കല്യാണം, ഒരു കാതുകുത്ത്, ഒരു ചോറൂണ്, ഇതാ. അതൊന്നുമല്ല മുഹൂർത്തം. മുഹൂർത്തം അത്രയും വിപുലമായിട്ടുള്ളൊരു സയൻസാണ്. മുഹൂർത്തം മാത്രം. ചമൽക്കാര ചിന്താമണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് മലയാളത്തിൽ, അല്ല പിന്നെ സംസ്കൃതത്തിൽ, കേരളത്തിലൊക്കെ പ്രാചാരമുള്ള ഗ്രന്ഥങ്ങളായിരുന്നു ഒക്കെ. അതൊക്കെ അങ്ങനെയുള്ള അനവധി മുഹൂർത്ത പദവി, ചമൽക്കാര ചിന്താമണി, മുഹൂർത്ത പദവി തന്നെയാണ് ഒരു പുസ്തകത്തിൻ്റെ പേരാ. മുഹൂർത്തം മാത്രമാണ് അതിൻ്റെ അകത്ത്. മനസ്സിലായില്ലേ? ജാതകത്തിൽ തന്നെ പുരുഷജാതകത്തിനും പൊതുജാതക കഥകൾ, എന്താ പറയുക, ട്രീറ്റൈസസ് കൂടെ, ഗ്രന്ഥങ്ങൾ കൂടാണ്ട് സ്ത്രീജാതകം തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീക്കൊക്കെ വേറെയാണ്. ലിംഗവ്യത്യാസത്തിനനുസരിച്ചിട്ട് മാറ്റമുണ്ട് ജാതകത്തിൻ്റെ ഗണനയ്ക്ക്. ഭയങ്കര ഡിഫറൻസുകളുണ്ട്. അപ്പോൾ ഇതൊരു കടൽ പോലെ കിടക്കണ സാധനമാണ്. എൻഡ് ഓഫ് ദി ഡേ ഇത് മുഴുവൻ എന്തിനായിരുന്നു? മനുഷ്യനെ ഇന്നിപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ അമ്മയൊക്കെ പണ്ട് ജ്യോതിഷൻ്റെ അടുത്ത് പോകുമ്പോൾ, കുട്ടിക്കാലത്ത് എനിക്ക് ഒരു റെബല്യസ് ടെൻഡൻസി ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ഞാൻ എൻ്റെ ജാതകം കാണിക്കാറില്ല, ഞാൻ നോക്കിക്കാറുമില്ല. എനിക്ക് വല്ല അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ജാതകം നോക്കാം. മറ്റുള്ളവരെ ഞാൻ ഇഷ്ടം പോലെ നോക്കിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ജാതകം ഓരോ കേസ് സ്റ്റഡിയാണ്. കൊണ്ടുതരണതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയും, ചിലർ കാഷ്വലായിട്ട് കൊണ്ടുതരാൻ പറയും, ഞാൻ അടിയാധാരം വരെ എടുക്കും. അതിൽ വിഷമമില്ലല്ലോ ചോദിക്കും. അഹങ്കാരമായിട്ടല്ല, അത് എൻ്റെ ഒരു ഇൻട്രസ്റ്റ്. അത് ആ വ്യക്തി എന്താണെന്ന് ആ വ്യക്തി അറിയണേക്കാട്ടിലും കൂടുതൽ പൊളിച്ചെടുക്കും. സകല രഹസ്യങ്ങളും പുറത്തു വരും. പക്ഷേ ഒരു വക്കീലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ സൂക്ഷിക്കേണ്ട ആ പ്രൊഫഷണൽ എത്തിക്സ് ഞാൻ സൂക്ഷിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ ഡാറ്റയെ നശിപ്പിച്ചു കളയും. എനിക്ക് അകത്ത് ക്ലൈൻസ് ചെയ്യാനൊരു വിദ്യയുണ്ട്. അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ്.
അതുകൊണ്ട് അതെൻ്റെ മെമ്മറി നിൽക്കില്ല. ഇപ്പം നാളെ ഞാനൊരു ആത്മകഥ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 90% കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. ഞാൻ എപ്പോഴും ഒരു ഹോളോ അകത്തു കൂടെ ഇങ്ങനെ കടന്നു പോകണമെന്നുള്ളൂ. ഈ ജാതകം നോക്കുന്നത് വളരെ ആവശ്യമാണ്. കാരണം പലരുടെയും ചപ്പും ചവറും ചെളിയും മുഴുവൻ നമ്മുടെ മനസ്സിൽ കയറും. എന്നോട് പലരും ചോദിക്കും പരഹൃദയജ്ഞാനം വളരെ നല്ലതല്ലേ, എന്തിന്? സലിംകുമാറേട്ടൻ ചോദിക്കണവർ എന്തിന് ചോദിക്കില്ലേ? അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ വേറെ തന്നെ മനസ്സിരിക്കണ വൃത്തികേട് മുഴുവൻ നമ്മുടെ അകത്തേ വൃത്തികേടാണ്. ഈ വൃത്തികേടിൻ്റെ അകത്തേക്ക് ഇനി ഇത്രയും വൃത്തികേട് വലിച്ചു കയറ്റണോ? അല്ലേ? നമ്മൾ എന്തിന് വേറൊരാളുടെ തോട്ട് പ്രോസസ്സിനെ നമ്മൾ ട്രേസ് ചെയ്യാൻ വേണം. ഇത് തന്നെയാണ് ഞാൻ ഈ പൂർവ്വജന്മങ്ങളുടെ ചോദിക്കുമ്പോഴും പറയാറ്. ജാതകം കൊണ്ട് ഒരാളുടെ പൂർവ്വജന്മം മുഴുവൻ കിട്ടും, അയാളുടെ ഉപാസന കിട്ടും, അയാളുടെ പൂർവ്വത്തിലെ തൊഴിൽ കിട്ടും, സകലതും കിട്ടും, കുടുംബ ബന്ധങ്ങൾ എങ്ങനെ എല്ലാം കിട്ടും. അത് ഈ കാണുന്ന നമ്മുടെ നോർമൽ ഗ്രഹനിലയിലോ ആ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വെക്കണ അംശകം എന്ന് പറഞ്ഞാൽ നവാംശത്തിലും അല്ല, D9 ചാർട്ടിലും അല്ല, വേറെ ചാർട്ടുകളുണ്ട്, ഷഷ്ട്യംശാദികൾ. അതേമാതിരി തന്നെ ഈ 20 D20 പോലുള്ള ചാർട്ടുകൾ, D24 പോലുള്ള ചാർട്ടുകൾ, D10 പോലുള്ള ചാർട്ട്. D10 ദശാംശത്തിലാണ് തൊഴിലൊക്കെ കിട്ടുന്നത്. ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം ഇതൊന്നും ജാതകങ്ങൾ ആരും എഴുതാറില്ല പണ്ട്. കാരണം അത്രയും കാൽക്കുലേഷൻസ് ആവശ്യമുള്ളത് കൊണ്ട് ഇതാരും എഴുതാറില്ല. എന്നാൽ ഗംഭീര ജ്യോതിഷന്മാർക്ക് ഇതറിയാം. അപ്പോൾ നമ്മൾ ഇന്നൊരു അമ്മയൊക്കെ പൊതുവിൽ ജ്യോതിഷൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ അത് എല്ലാ അമ്മമാർക്കും ഉള്ളതാണ്. അവരൊക്കെ അമ്മമാരൊക്കെ അവർ പ്രസവിച്ച് കഴിഞ്ഞ ഒരു സ്ത്രീ പിന്നെ എല്ലാവരുടെയും അമ്മയാണ്, ഭർത്താവിൻ്റെ അമ്മയാണ്. അവരിലെ കാമുകി മരിക്കും, ഓൾമോസ്റ്റ് മരിക്കും. പിന്നെ അവരിലെ സഹോദരി മരിക്കും, അവരിലെ മകളും മരിക്കും. അവരുടെ അമ്മയുടെ അമ്മയായിട്ട് പിന്നെ പെരുമാറും, അമ്മയാവും. കാരണം അൾട്ടിമേറ്റ്ലി അമ്മയാവുകയാണ് ഒരു സ്ത്രീയുടെ എൻഡ് ഗോള്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി വെച്ചിട്ടുള്ളത്. ഇന്നത്തെ കുട്ടികളുടെ ആസ്പിറേഷൻസ് ഒന്നും പ്രകൃതിക്ക് കേൾക്കണ്ടല്ലോ. പ്രകൃതി എന്താണോ പറയണത് അതിനെ ജയിച്ചിട്ട് ആരും ഈ ലോകത്തിൽ നിലനിന്നിട്ടുമില്ല. അപ്പോൾ അമ്മ ആയി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന വികാരമാണ് വറി. എന്തിനാ അമ്മയെ വറിയാണ്? വറി ചെയ്യാൻ വേണ്ടി വറി ചെയ്യാണ്. അതൊരു സുഖം. ഒരു പ്രശ്നവും ഇല്ലെങ്കിലും വറി ചെയ്യുക. അപ്പോൾ ഈ വറി ചെയ്യുന്ന അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ജോത്സ്യൻ്റെ അടുത്ത് പോവുക. ബിക്കോസ് ദേ നീഡ് റീഅഷ്വറൻസ്. അവർക്ക് ചില ഉറപ്പുകൾ വേണം. അവിടെ ചെല്ലുമ്പോൾ ഇവർ തന്നെ അങ്ങോട്ട് കയറിയിട്ട് സൂചനകൾ ഇട്ട് കൊടുക്കും. ബുദ്ധിമാനായ ജോത്സ്യൻ അത് വെച്ചിട്ട് ഇത് മുഴുവൻ പറയും. എന്നിട്ട് പറയും എന്താ ജോത്സ്യൻ ഒക്കെ പറഞ്ഞു. ഞാൻ പറയും സാധാരണ ഒരക്ഷരം മിണ്ടരുത്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കണം, ജാതകം കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വാട്ടർ കൊടുത്താൽ എന്ത് തൊണ്ടയിൽ കോലിട്ട് കുത്തിയാൽ പോലും മിണ്ടരുത്. ജോത്സ്യൻ്റെ കഴിവ് കാണേണ്ടത് എന്തിന് നിങ്ങൾ വന്നു എന്ന് ആദ്യം പറയാൻ പറ്റണം. അല്ലാത്ത ആൾക്ക് ജോത്സ്യം നോക്കിയിട്ട് കാര്യമില്ല. അത് വീട്ടിലൊരു പ്രശ്നം നടക്കുമ്പോഴും അങ്ങനെ, ഇപ്പോൾ ദേവപ്രശ്നം അല്ലെങ്കിൽ അഷ്ടമംഗല പ്രശ്നം വീട്ടിൽ നടക്കുമ്പോൾ എല്ലാവരും കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ വന്നവർക്ക് എന്താ പണി? കേരള സമ്പ്രദായത്തിൽ നമുക്ക് തർക്കിക്കാൻ ഒരാൾ വേണമെന്നുണ്ട്. അതായത് ജ്യോത്സ്യം പറഞ്ഞത് അങ്ങനെ വിഴുങ്ങാൻ ശാസ്ത്രം അറിയണ ഒരാൾ അപ്പുറത്തിരുന്ന് തർക്കിക്കണം. ഒരു ദേശപ്പണിക്കരും വേണം, ആ നാട്ടിലത്തെ ഒരു പണിക്കരും വേണം, പുറത്തുനിന്ന് ആര് വന്നാലും. ഇതൊക്കെ എന്തിനാ? പിയർ റിവ്യൂവിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരാൾ പറഞ്ഞത് മാത്രം വിഴുങ്ങരുത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ പോയിട്ട് ഇത് കാണിക്കുക. ഇത് കാണിച്ചിട്ട് നമ്മൾ കുറേ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവരെന്ത് പറയും? ഇന്നതൊക്കെ ഉണ്ടായി എന്ന് പറയും. ഇന്നതൊക്കെ ഉണ്ടായി എന്ന് നമുക്കും അറിയാം. നമ്മളത് കേട്ടിട്ട് അയാൾ നമ്മുടെ കംപ്ലീറ്റ് കാര്യം പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞ് കൈയടിച്ച് അയാൾക്ക് ദക്ഷിണയും കൊടുത്തിട്ട് കുറേ ഹോമചാർത്തും പൂജാചാർത്തും എഴുതിയിട്ട് ഇങ്ങോട്ട് പോരും. അതിനല്ല ജ്യോതിഷം ഫലഭാഗം. വരാനിരിക്കുന്ന വിഷയങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല, കർമ്മമാണ്. കണ്ണ് തട്ടേണ്ടതിനെ പുരുകത്തി തട്ടിച്ച് വിടാൻ ഒരു സമർപ്പണ ബുദ്ധിയുള്ള ഭക്തന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഭഗവാൻ തന്നെ നോക്കിക്കോളും. പക്ഷെ അത്രയും സമർപ്പണം വേണം. അല്ലാത്ത സാധാരണ മനുഷ്യർക്ക് ജ്യോതിഷം ഈ തരത്തിൽ, പ്രത്യേകിച്ച് ഫലഭാഗ ജ്യോതിഷം ഉപകരിക്കും. കണ്ണി തട്ടേണ്ടത് പുരികത്തി തട്ടിച്ചിട്ട് പോണ വിധത്തിലാക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വമ്പൻ ഹോമങ്ങളുടെയോ ഒന്നുമില്ല. അന്തരാർപ്പണം അന്തർയാഗമായിട്ട് ചെയ്യണം. നമ്മളകത്തുള്ള സമർപ്പണങ്ങളാണ് ശരിക്കും ഏറ്റവും പ്രധാനം. വെൻ യു ചേഞ്ച് തിങ്സ് ഇൻസൈഡ് യു, ആ വാസനയിൽ മാറ്റം വരും. വാസന മാറ്റം വന്നാലാണ് ഒരു ഫ്യൂച്ചർ ആക്ഷൻ എന്ന് പറയുന്ന അപകടം മാറുക. അതിനാണ് ഈ ജപിക്കാനും ഒക്കെ. അതിന് അമ്പലത്തിൽ പോക്കോ ഒന്നുമല്ല. നോക്കൂ, ഞാൻ എല്ലാ പ്രഭാഷണത്തിലും പറയാറില്ലേ, ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ മന്ത്രം ജപിക്കലോ ഹോമം കഴിക്കലോ അമ്പലത്തിൽ പോക്കോ കൂട്ടായിട്ട് സെറ്റ് കൂടിയിരുന്നിട്ടൊരു പാരായണം നടത്തലോ ഒന്നുമല്ല. മനസ്സടങ്ങല. അതിന് നിങ്ങൾ ഒരു ഡ്രസ്സും ധരിക്കേണ്ട, ഒരു കുറിയും വേണ്ട, ഒന്നും വേണ്ട. മനസ്സ് ശാന്താക്കിയാൽ മതി. മനസ്സ് ശാന്തായാലേ യു ആർ എ സ്പിരിച്വൽ പേഴ്സൺ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഉപാസനയുണ്ട്, ഏത് ദേവത പ്രത്യക്ഷപ്പെട്ടാൽ പോലും ആധ്യാത്മിക ധനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല.
ജ്യോതിഷം നമ്മളെ ആത്യന്തികമായിട്ട് എത്തിക്കുന്നത് ഈ ആധ്യാത്മികതയിലേക്കാണ്. നമ്മൾ എന്ത് ചെയ്തു, എന്തിനി ചെയ്യണം, എങ്ങനെ സാക്ഷാത്കാരത്തിലെത്തണം, അവനവൻ ആരാണെന്ന് എങ്ങനെ അറിയണം, അവനവൻ്റെ ഈ ശരീരത്തിലുള്ള ഗുണങ്ങളും സദ്ഗുണങ്ങളും ദുർഗുണങ്ങളും മനസ്സിലായി അതിനെ റിഫൈൻ ചെയ്യേണ്ടത് റിഫൈൻ ചെയ്തും കളയേണ്ടത് കളഞ്ഞും വളർത്തേണ്ടത് വളർത്തിയിട്ടും ആത്യന്തികമായിട്ട് ഇതൊക്കെ നശിച്ചു പോകും ഒരു ദിവസം എന്ന് മനസ്സിലാക്കി ജനിച്ചതിനൊക്കെ പ്രകൃതിക്ക് അടിമപ്പെട്ടത് തന്നെയാണ്. നമുക്ക് ആകെ അടിമപ്പെടുത്താൻ പറ്റുന്ന നമ്മുടെ ഹൃദയമാണ്. അത് ഭഗവാങ്കലേക്ക്, നമ്മുടെ പരമാത്മാവിലേക്ക്, അത് നമ്മളിലേക്ക് തന്നെ, ആത്മാവിലേക്ക് തന്നെ അതിനെ സമർപ്പിക്കേണ്ടതാണെന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു ശാഖയാണത്. മഹാദേവനിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ശാസ്ത്രത്തിന് അങ്ങനെ അല്ലാതെ വരാൻ പറ്റില്ലല്ലോ, ഒരിക്കലും സാധിക്കില്ല. സ്രോതസ്സിനെ നോക്കൂ, അദ്ദേഹം എന്താ ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിന് ഒരു പണി അറിയുള്ളൂ, അദ്ദേഹത്തിനെ വിളിക്കണവനെ ശിവനാക്കാനേ അദ്ദേഹത്തിന് അറിയുള്ളൂ, അദ്ദേഹത്തിന് വേറെ ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ ആ ശിവനാക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം അനവധി മെത്തേഡ്സ് ഉണ്ടാക്കി. സംഗീതം ഉണ്ടാക്കി ലയം കിട്ടാൻ, നൃത്തമുണ്ടാക്കി ശരീരം കൊണ്ട് ലയം കിട്ടാൻ, ജ്യോതിഷം ഉണ്ടാക്കി, അനവധി കാലം ഉപാസന ചെയ്ത് ശരീരത്തിനെ ബലപ്പെടുത്തി നിർത്തി കൂടുതൽ കാലം ശരീരത്തിന് ബലം കൊടുത്തുകൊണ്ട് സാധനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സിദ്ധവൈദ്യം പോലുള്ള ആയുർവേദമൊക്കെ പോലുള്ള ഗ്രന്ഥം ആ ശാസ്ത്രം ഉണ്ടാക്കി. എന്തും സാക്ഷാത്കാരത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ജ്യോതിഷവും സാക്ഷാത്കാരത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്.